നമ്മുടെ ഫേസിലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാപ്പിപ്പൊടിയുടെയൊക്കെ ഒരു രീതിയിലേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളൊരു 4 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിരുന്നു. വീഡിയോ ചെയ്യാനായിട്ട് ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കുരുക്കൾ മാറാനായിട്ടും തരി പോലുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ടൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ്. എൻ്റെ നെറ്റിയിൽ ചെറിയ തരി പോലുള്ള കുരുക്കളുണ്ട്. ചിലരുടെ ഫേസിൽ അങ്ങനെയാണ്, തരി പോലുള്ള കുരുക്കൾ നെറ്റിയിലുണ്ടാകും. ആ ഒരു തരി പോലുള്ള കുരുക്കൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഡെയിലി നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതേപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജീരകമാണ്. പെരുംജീരകമല്ല, നമ്മൾ നല്ല ജീരകമില്ലേ, നല്ല ജീരകമാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഒരു ജീരകം നമ്മുടെ സ്കിന്നൊന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ജീരകം നമ്മൾ പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മളിത് കുറച്ച് പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെറുതെ വറുത്ത് കോരുകയാണ് ചെയ്യേണ്ടത്, എണ്ണയൊന്നും ഒഴിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ ജീരകത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് പൊട്ടലുണ്ട് കേട്ടോ. ആ ഒരു പൊട്ടൽ തീരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇനിയിപ്പം സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതേപോലത്തെ ചെറിയൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നമ്മൾ മിനി ഗ്രൈൻഡറാണ് കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ഐറ്റംസൊക്കെ പൊടിക്കാൻ ഇത് നല്ലതാണ് കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിലാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോഫി പൗഡറിൻ്റെ രീതിയിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ആ ഒരു ജീരകത്തിൻ്റെ അടിപൊളി ഒരു സ്മെല്ലുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസിൽ മാത്രമാണ്. നമുക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേസിൽ മാത്രം ആകുമ്പോഴത്തേക്കും നമുക്ക് 1 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബൗളെടുത്തിട്ട് 1 സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ്. റാഗിപ്പൊടി ചിലയിടത്ത് പഞ്ഞപ്പുല്ലെന്ന് പറയും, അതേപോലെ കുറുമ്പല്ലെന്ന് പറയും. കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കുന്ന ഒരു റാഗിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ല എങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മുൾട്ടാണി മീട്ടി യൂസ് ചെയ്യാവുന്നതാണ്. 1 സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ എടുക്കേണ്ടത്. പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് എത്ര കൺസിസ്റ്റൻസിയിൽ വേണോ, തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കുക. പാലിന് പകരം നിങ്ങൾക്ക് തൈര് ചേർക്കാം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടാവുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം.
അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ ടാനൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തരി പോലുള്ള കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.